Objectives are material based, which do not ensure the truth. വസ്തുനിഷ്ഠമാകുമ്പോൾ സത്യനിഷ്ഠമാകണമെന്നില്ല. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സത്യത്തിന്റെ വഴിയിൽ സത്യാന്വേഷികളായി ജീവിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. എന്താണ് സത്യം എന്ന് കണ്ടെത്തി അതിലായിരിക്കുക, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയുക, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുക. അങ്ങനെ പലവിധം കലാപരിപാടികളാണ് സത്യത്തെ ആസ്പദമാക്കി ഓരോരുത്തരും ചെയ്യുന്നത്. ഈ സത്യം എന്ന് പറയുന്ന ആ സംവിധാനത്തെ തിരിച്ചറിയാനായിട്ട് ഈ സത്യം ലംഘിക്കേണ്ട ആളുകൾക്ക് അതിന്റെ അതിർവരം പറയണമല്ലോ, എവിടെയാണ് സത്യം ലംഘിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഒരു വരമ്പ് ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയാണ് സത്യം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്. കാരണം താൻ ജീവിക്കുന്ന സത്യമേ ഇല്ലാത്തൊരു ലോകത്താണെന്നാണ് ഭൂരിഭാഗവും വിശ്വസിക്കുന്നത്. സത്യമേ ഉള്ളൂ, സത്യമായതാണ് ഈ ലോകം എന്നത് മനസ്സിലാകാതെ പോകുമ്പോൾ അതിനുള്ള ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന് പറയുന്ന പേരാണ് ഈ വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ് ആവുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠം, കാര്യങ്ങൾ വസ്തുനിഷ്ഠമാകുന്ന അവസ്ഥ. വസ്തുനിഷ്ഠം എന്നുള്ളതിനെ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാൻ പറ്റിയ ദ്രവ്യനിഷ്ഠം എന്നുള്ളതാണ്. ദ്രവ്യത്തിൽ അധിഷ്ഠിതമായത്. കാരണം ദ്രവ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ച്, ദ്രവ്യാധിഷ്ഠിതമായിട്ടൊരു വീക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും കേൾക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂളിൽ പോയി ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. യുക്തിവാദം തലയിൽ കയറിയപ്പോൾ നമുക്കതാണ് മനസ്സിലായത്, എല്ലാം ഓബ്ജക്റ്റീവായിട്ട് മനസ്സിലാവണം എന്നുള്ളത്. അപ്പോ എന്താണ് ഈ വസ്തുനിഷ്ഠം എന്ന് പറയുന്ന ഒരവസ്ഥ? വസ്തു എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ദ്രവ്യമാണ്. ദ്രവ്യം എന്ന് പറയുന്നത് നമുക്ക് അനുഭവവേദ്യമായ, നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള എന്തും. അതിനെ സാധാരണ രീതിയിൽ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കണ്ടൻസേറ്റ് എന്നാണ് പറയുക. പദാർത്ഥത്തിന്റെ 5 അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കണ്ടൻസേറ്റ്. അപ്പൊ പദാർത്ഥം, ദ്രവ്യം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ദ്രവ്യമാണ് നമ്മുടെ അടിസ്ഥാന വസ്തു, അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ശാസ്ത്രത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായപ്പോ പല ശാസ്ത്രകാരന്മാരും പറയുന്നുണ്ട്, ഈ ദ്രവ്യം എന്ന് പറയുന്ന രീതിയിൽ ഈ കാണുന്ന സാധനം ഇല്ല ഇവിടെ എന്ന്. ദ്രവ്യമില്ല എന്ന് പറയുന്നുണ്ട്. ദ്രവ്യമില്ല, പകരം ഊർജ ചലനങ്ങളാണെന്ന്. ഊർജം വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനം ഒരു സ്ഥലമായി രൂപപ്പെടുന്നു എന്ന രൂപത്തിൽ. സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പറൈൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഫാനിന് 3 ഇതളാണുള്ളത്. ഈ 3 ഇതളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒറ്റ ചക്രമായിട്ടാണ് തോന്നുന്നത്. ഒറ്റ നോട്ടം നോക്കി തിരിച്ചെടുക്കുമ്പോൾ ആ 3 ഇതൾ അവിടെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ മൊത്തത്തിൽ അവിടെ ഒരു വട്ടമായിട്ടാണ് ഉള്ളത്. അതിനകത്തോടെ നമുക്ക് കൈ കടത്താൻ കഴിയില്ല എന്നറിയാം, പക്ഷെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യും. ഇതാണ് ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥലരൂപത്തിലുള്ള ദ്രവ്യം, സ്ഥലരൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ ചലനം കൊണ്ട് സ്ഥലരൂപത്തിലായിട്ടുള്ള ആ അവസ്ഥയാണ് നമ്മൾ ദ്രവ്യം എന്ന് വിചാരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ഈ സ്ഥലരൂപത്തിൽ പ്രത്യക്ഷമാകുന്ന ഊർജ ചലനത്തെയാണ് നമ്മൾ ദ്രവ്യം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ദ്രവ്യം എന്നുള്ളതല്ല, ദ്രവ്യത്തിന് ഹേതുവാകുന്ന ഊർജത്തിന്റെ ചലനമാണ് ഈ വസ്തു എന്ന രീതിയിലാണ് ആധുനിക ശാസ്ത്രം ഇപ്പൊ പറയുന്നത്. അപ്പോ ആധുനിക ശാസ്ത്രം അതെങ്ങനെ പറഞ്ഞാലും നമ്മളിവിടെ വസ്തുവിനെ കാണുന്നുണ്ട്. ആ കാണുന്ന വസ്തുവിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, തൊട്ടറിയുന്നുണ്ട്, അതിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ആ ഒരു വസ്തുവിന് കൃത്യമായിട്ട് ഒരു സ്ഥാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്, രൂപമുണ്ട്,
ഭാവമുണ്ട്, ഭാവമുണ്ട്. ഈ 5 അവസ്ഥകളും അതിനുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് അതൊരു ഓബ്ജക്റ്റ് ആവുക, ഒരു വസ്തുവാകും. സ്ഥലം, കാലം, അത് ഇരിക്കുന്ന ഒരു സ്ഥലം, അത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ നമുക്ക് പറയാൻ കഴിയും. അത് ഇരിക്കുന്ന കൃത്യമായ ഒരു സ്ഥലം, രൂപം, കാലം, അത് ഏത് കാലത്താണ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നുള്ളതാണെങ്കിൽ ആ കാലം. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുന്ന ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അത് അവിടെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ അവിടെ കാണില്ല എന്ന് പറയുന്നു. അപ്പൊ ആ സ്ഥലം, കാലം, രൂപം, ഭാവം, അത് ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്, ഭാവം അതെന്ത് സംഭവത്തിലാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളത്, ഈ 5 അവസ്ഥകളിലായിട്ടാണ് ഈ ഒരു ഓബ്ജക്റ്റ് നിലനിൽക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ അളക്കാനുള്ള ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ഗ്രഹിക്കാൻ കഴിയും. അപ്പോ ഗ്രഹിക്കാൻ കഴിയുന്ന അവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൗതികമായ രൂപത്തെ വസ്തു എന്ന രീതിയിൽ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിന്റെ സ്ഥിതികത്വം, അതിന്റെ അസ്തിത്വം നമുക്ക് അംഗീകരിക്കാൻ പറ്റുക. അപ്പോ ഈ വസ്തുനിഷ്ഠമാകുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു വസ്തു 5 അളവുകളിൽ നിൽക്കുന്നു എന്നുള്ളത്. സ്ഥലം, കാലം, രൂപം, ഭാവം, ഭാവം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, കാലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, രൂപം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന്റെ മെഷർമെന്റ്സ് പലതുണ്ട്. രൂപം എന്ന് പറയുമ്പോൾ അത് എത്ര നീളം, എത്ര പൊക്കം, എത്ര വ്യാപ്തം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ടൂളുകളുണ്ട്. സ്ഥലം, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന അതിന്റെ ഏത് സ്പേസിലാണ് നിൽക്കുന്നത് എന്നുള്ള അവസ്ഥയുണ്ട്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് മാത്രമല്ല പ്രപഞ്ചത്തിന് ഈ സ്ഥലം എന്നുള്ളതിന്റെ അളവുകോൽ. പക്ഷെ ഭൂമിയുടെ ഒരു നില വെച്ചിട്ട് അതിന്റെ പ്രാഥമികമായിട്ടുള്ള രൂപത്തിൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറയുന്നു. പിന്നെ നമ്മൾ അതിന്റെ എലിവേഷൻ പറയുന്നു. ഇങ്ങനെ പല രൂപത്തിൽ നമുക്കിത് പറയാൻ കഴിയും. പല അളവുകളുണ്ട്, പല മാനങ്ങൾ അതിനകത്തുണ്ട്. ഇതുപോലെ ഓരോന്നും എത്രയാണ് 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 എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോഴാണ് അത് വസ്തുനിഷ്ഠമാവുക. നമുക്ക് നമ്മൾ അറിയുന്ന എത്ര കാര്യങ്ങളുടെ ഈ 5 മാനങ്ങൾ, 5 തലങ്ങളിലുള്ള അല്ലെങ്കിൽ 5 മാനം എന്ന് തന്നെ പറയാം. ഈ 5 മാനങ്ങൾ, അത് സ്ഥലം, കാലം, രൂപം, ഭാവം, ഭാവം എന്ന് പറയുന്ന 5 മാനങ്ങൾ നമുക്ക് എത്ര കാര്യങ്ങളെ കുറിച്ച് പറയാൻ അറിയും, എത്ര നമുക്ക് കഴിയുന്നുണ്ട്? വളരെ കുറച്ചാണ്. നമ്മൾ പലപ്പോഴും ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറയുക ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ, ദ്രവ്യത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കണ്ടീഷനിൽ നിർത്തുമ്പോൾ, ഇങ്ങനെയെല്ലാം ആയിരിക്കുമ്പോൾ, ഇന്ന സ്ഥലത്തും ഇന്ന കാലത്തും ഇന്ന രൂപത്തിലും ഇന്ന ഭാവത്തിലും ആയിരിക്കുമ്പോൾ അതിന് ഇന്ന സവിശേഷതകൾ വന്നു ചേരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതാണ് ശാസ്ത്ര പരീക്ഷണം. അതായത് നമ്മൾ അതിനൊരു വേലി കെട്ടിത്തിരിക്കുന്നു. ആ വേലിക്കകത്ത് വെച്ച് ഇതാണെന്ന് പറയുന്നതാണ് വസ്തുനിഷ്ഠത. ഒരു നെൽച്ചെടി, ആ നെൽച്ചെടി എന്ന് പറയുന്നത് പാലക്കാട് ആലത്തൂർ ചൂടുള്ള ഒരു പ്രദേശത്തെ പാടൂരുള്ള മംഗലം പുഴയോരത്തെ ഒരു വയലിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇക്കോവിലയിലെ വയലിൽ നിൽക്കുന്നതാണെന്ന് ഇരിക്കട്ടെ. ആ നെല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ നെല്ല് അവിടെ വളരുന്ന സമയത്ത് നെൽച്ചെടി എന്നുള്ള ആ വിത്തിൽ അല്ല നെല്ല് എന്നുള്ള വിത്തിൽ നിന്ന് മുളച്ചു വന്ന നെൽച്ചെടിക്ക് അതിൻ്റെതായ സ്വഭാവ സവിശേഷതയുള്ളപ്പോഴും അത് നിൽക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് കാലത്തിലാണ് എന്നുള്ളതൊക്കെ അവിടെ പ്രസക്തമാണ്. ഈ സാധനത്തിന് നമ്മൾ അവിടുന്ന് പറിച്ചുകൊണ്ട് പോയി ഊട്ടിയിലെ ഒരു ലബോറട്ടറിയിൽ വെക്കുന്നു. ഊട്ടി തണുപ്പാണ്, ലബോറട്ടറി അതിലും തണുപ്പാണ്. അതിനകത്ത് വെച്ച് നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ അരിയെക്കുറിച്ച്. എന്നിട്ട് നമ്മൾ പറയുന്നു ഈ നെല്ലിന് ഇന്ന പ്രത്യേകതകളുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ വസ്തുനിഷ്ഠ അവസ്ഥ സത്യത്തിൽ മാറിപ്പോയി. കാരണം അതിന്റെ വസ്തുനിഷ്ഠമാകണമെങ്കിൽ അതിന്റെ സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം ഇവയെല്ലാം ചേർന്ന് വരുമ്പോഴാണ് അത് വസ്തുനിഷ്ഠമാവുക. നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് നമുക്ക് സൗകര്യപ്രദമായ ഒരു കാര്യത്തെ എടുത്തിട്ട് അത് വെച്ച് ഡിഫൈൻ ചെയ്യും. ഇതാണ് ഇതിന്റെ ബേസ് എന്നുള്ളത്. അത് വെച്ചിട്ട് ഇപ്പൊ സ്ഥലം ആണെന്ന് വെച്ചാൽ ഇന്ന സ്ഥലം എന്നത് വെച്ചിട്ട് നമ്മൾ അതിനെ പഠിക്കും. ആ സ്ഥലത്തിന്റെ മറ്റ് ഡെമോഗ്രാഫികൾ എല്ലാം എടുത്തിട്ട് നമ്മൾ പഠിച്ച് വിശദമാക്കി കൊണ്ടുപോകും. അതല്ലാതെ അതിനും അപ്പുറത്തേക്ക് ആഴത്തിലേക്ക് പോകാനുള്ള വിവരം നമുക്കില്ല, അതിനു വേണ്ടിയുള്ള സമഗ്ര ബോധ്യം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോവുകയില്ല. എന്നിട്ട് നമ്മൾ പറയും ഇത് വസ്തുനിഷ്ഠമാണെന്ന്. ഈ ദ്രവ്യവാദത്തിന്റെ ഒരു തലത്തിൽ നിന്ന് എടുത്താൽ തന്നെ വസ്തുനിഷ്ഠമാകണമെങ്കിൽ
മനുഷ്യൻ മാനമാക്കി വെച്ചിട്ടുള്ള ഈ 5 അവസ്ഥയുണ്ടല്ലോ, സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം എന്ന് പറയുന്ന ഈ 5 അവസ്ഥയുണ്ടല്ലോ, ഈ 5 അവസ്ഥയിലെങ്കിലും, അതാണ് സമ്പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല, അതിലെങ്കിലും ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. എങ്കിലാണ് മനുഷ്യന്റെ നിലയിൽ നിന്നുകൊണ്ട് മനുഷ്യവീക്ഷണത്തിലൂടെ മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ച് നിരീക്ഷിച്ച് വിലയിരുത്തുന്ന സമയത്ത് അതിനൊരു സമ്പൂർണത കൈവരിക. അല്ലെങ്കിലോ അതിന് സമ്പൂർണത ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ഭൗതികമായ ഒരു വസ്തുവിന്റെ വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും നമുക്കറിയാവുന്ന 1-2 ഡയമെൻഷൻസ് വെച്ചിട്ടാണ്. ആ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട്, ആ ആട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുന്നു. അതിനെ വിലയിരുത്തുന്ന സമയത്ത് ഇതിന് സത്യവുമായിട്ട് യാതൊരു ബന്ധമുണ്ടല്ലോ. സത്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന സത്യം, ഇവിടെ സൂചിപ്പിച്ച സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം പറയുന്ന സത്യം, വസ്തുനിഷ്ഠ സത്യം, ദ്രവ്യനിഷ്ഠ സത്യം. ആ സത്യത്തോട് പോലും നീതി പാലിക്കാൻ നമുക്ക് കഴിയാറില്ല. അതിനുശേഷമാണ് പലപ്പോഴും നമ്മൾ ഈ ഭൗതിക വസ്തു എന്നുള്ള രീതിയിൽ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കണ്ടൻസേറ്റ് തുടങ്ങി ഈ ഭൗതിക വസ്തുവിനെ അളക്കുന്ന സമയത്ത് അതിന്റെ ദ്രവാവസ്ഥയെ നമ്മൾ അറിയുന്നില്ല. ദ്രവാവസ്ഥയെ നമ്മൾ അഥവാ അളക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതിന്റെ വാത അവസ്ഥയെ നമ്മൾ അറിയുന്നില്ല. അതിനപ്പുറത്ത് അതിന്റെ പ്ലാസ്മിക് സ്റ്റേറ്റിനെ അറിയുന്നില്ല, അതിന്റെ ഈതറിക് സ്റ്റേറ്റിനെ അറിയുന്നില്ല, അതിന്റെ ഊർജ പരിണാമത്തെ നമ്മൾ അറിയുന്നില്ല, ഊർജാവസ്ഥയെ നമ്മൾ അറിയുന്നില്ല. ഇതിനെ ഒന്നും അറിയാതെ നമ്മൾ വസ്തുനിഷ്ഠം എന്നുള്ള പേരിൽ നമ്മൾ അളക്കുന്നത് അതിന്റെ ഏതെങ്കിലും ഒരു തുമ്പാണ്. എന്നിട്ടാണ് നമ്മൾ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ വസ്തുനിഷ്ഠം എന്ന് പറയുമ്പോൾ ദ്രവ്യനിഷ്ഠമായ അളവുകോലുകൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ പോലും അത് സത്യനിഷ്ഠമല്ല. നിഷ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിഷ്ഠിതം, സത്യത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രയോഗമാണെന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് ഒളിമ്പസ് അടുത്ത ഒരു പടിയിലേക്ക് കയറുന്നത്. കാരണം ഇതിന്റെ ദ്രവ്യം എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ഈ സംഭവം അത് പൂർണ്ണമാകണമെങ്കിൽ അതിന്റെ ഭൗതിക രൂപം മാത്രമല്ല, അതിന്റെ സംഘാടനപരമായ എന്താ പറയാ, ജൈവത എന്ന് പറയല്ലോ. സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ജൈവത എന്ന് പറയും. സംഘാടനപരമായിട്ടുള്ള പ്രതിഭാസങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല. അത് ഒരു അധികമാനമാണ്. ഈ ദ്രവ്യമായി കാണുന്നതിന്റെ ഭൗതികമാനം മാത്രമല്ലാതെ അതിനൊരു പ്രതിഭാസമാനമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സംഘാടനമാനമുണ്ട്, രണ്ടാമത്തെ മാനം. മൂന്നാമത് അതിനൊരു ധർമ്മമാനമുണ്ട്. അത് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയാണല്ലോ അത് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ധർമ്മമാനം, പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ഒരു മാനമുണ്ട്. അതിനുമപ്പുറത്ത് അതിന്റെ കോറിലേഷന്റെ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ മാനമുണ്ട്. ബന്ധപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ അത് എത്രത്തോളം എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിന്റെ ചുറ്റുപാടുമായി അത് അനുരൂപത്തിലാകുന്നതിന്റെ മാനം. അതിന്റെയൊക്കെ അപ്പുറത്ത് അത് ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന മ്യൂച്വൽ ഇന്ററാക്ഷന്റെ പാരസ്പര്യത്തിന്റെ മാനം എന്ന് വളരെ തലമുണ്ട്. ഈ തലങ്ങളെ എല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ഈ ഭൗതിക വസ്തുവിനെ മാത്രം എടുത്ത് ഭൗതിക വസ്തുവിന്റെ നീളം, വീതി, ഉയരം, കനം എന്ന് പറയുന്ന കുറച്ച് മാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്കറിയാവുന്നത് വെച്ച് നമ്മൾ അങ്ങ് അളക്കും. എന്നിട്ട് ഇതാണ് സത്യമെന്ന് നമ്മൾ പറയും. സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ ഒരു അളവിലേക്ക് അത് മാറിപ്പോകുന്നുണ്ട്. അപ്പോ വസ്തുനിഷ്ഠമാകുന്ന സമയത്ത്, വസ്തുനിഷ്ഠമാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടത്, മറ്റു പലതുമായിട്ടുള്ള ബന്ധത്തെ ഡിറ്റാച്ച് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കേണ്ടി വരും. ഡിറ്റാച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതല്ലാതായിത്തീരും. എന്റെ ഹൃദയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് എന്റെ ഹൃദയം എന്നിൽ നിന്ന് വെട്ടിയെടുത്ത് മാറ്റി വെളിയിൽ വെച്ച് ഉപയോഗിച്ച് പിന്നെ അത് എന്റെ പാർട്ടല്ല, എന്റേതായിരുന്നു എന്നൊരു ചരിത്രം അതിനകത്തുണ്ട്, ഒരു ഓർമ്മ അതിനകത്തുണ്ടാവും. അതിനപ്പുറത്ത് അത് എന്റെ പാർട്ടല്ല. അതിനെങ്ങനെയാണ് വസ്തുനിഷ്ഠമായിട്ട് അതാണ് നമുക്ക് പറയാൻ കഴിയുക? ഇപ്പൊ ജനിതകമായിട്ടുള്ള കാര്യങ്ങളെ തെളിവുകളായിട്ട് സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന് വസ്തുനിഷ്ഠത ഉണ്ടാവുക? ഈ കുക്കി എന്ന് പറയുന്ന ആരുണ്ട്, പണ്ട് മറ്റേ ഷെർലക് ഹോംസ് കേസൻ പോകുന്ന സമയത്ത്, അവിടെ പോകുന്ന സമയത്തും അവിടെ നിന്നിട്ടൊരു ഒരു കൊറോണ സിഗാറ് വലിക്കും. സിഗാറ് വലിച്ചിട്ട് പുള്ളി അത് അവിടെ ഇടും. അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ കുക്കി അവിടെ കിടക്കുന്നതാണ് പറയുന്നത്. കുക്കി വലിച്ചിട്ട സിഗരറ്റ്. അതുകൊണ്ട് അയാൾ അവിടെ എത്ര നേരം നിന്നു, ഏത് സമയത്താണ് നിന്നത് എന്ന് അളക്കാൻ കഴിയും. ഇതിനെയാണ് ഈ കഥയെയാണ് പിന്നീട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോൾ ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ശേഖരിക്കുന്ന ചെറിയ ഡേറ്റയെ കുക്കി എന്ന് വിളിക്കാൻ തുടങ്ങിയത്.
ഇതുപോലുള്ള ചില കുക്കികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇത് ആ കാലത്ത് ഉണ്ടായിരുന്നു, അത് അയാളുടെ ജനിതക ഘടനയുടെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ചില കുക്കികൾ ഉപയോഗിച്ചിട്ടാണ്. അത് അനുചിതമാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് പൂർണ്ണമല്ല. അങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ചില വ്യക്തതകൾ നമുക്ക് കിട്ടുന്നുണ്ട്, ചില ദിശാസൂചകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിനുമപ്പുറത്ത് അതിനകത്ത് സമ്പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥ, സകലിതമായിട്ടുള്ള അവസ്ഥ, സത്യനിഷ്ഠമായിട്ടൊരവസ്ഥ നമുക്ക് അതിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോ പലപ്പോഴും വസ്തുനിഷ്ഠമെന്ന് നമ്മൾ പറയുന്ന, വസ്തുനിഷ്ഠമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മിക്കതും വസ്തുനിഷ്ഠമല്ല. ഞാൻ പറഞ്ഞത് വസ്തുനിഷ്ഠം സത്യനിഷ്ഠം എന്നുള്ള അർത്ഥത്തിലല്ല, വസ്തുനിഷ്ഠം തന്നെയല്ല. കാരണം അതിന് ഏതെങ്കിലും ഒരു ഏകകത്തെ എടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു ഉപമാനത്തെ എടുത്തുകൊണ്ടാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്യുന്നത്. അതിനു പകരം അതിനെ സമ്പൂർണമായി സാകല്യമായി വിശകലനം ചെയ്താൽ തന്നെ അത് വസ്തുനിഷ്ഠമാവുകയുള്ളൂ. അപ്പോ വസ്തുനിഷ്ഠം എന്ന് പറയുന്നത് പോലും വസ്തുനിഷ്ഠമല്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ സത്യനിഷ്ഠമാകും? ഒട്ടേറെ മാനങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ അതെങ്ങനെ സത്യനിഷ്ഠമാകും? അപ്പോ മനസ്സിലാക്കുക, വസ്തുനിഷ്ഠം എന്ന് പറയുന്ന മിക്കവാറും കാര്യങ്ങൾ, ഓബ്ജക്റ്റീവ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൈകാര്യപരമായ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതല്ലാതെ അത് പാരമാർത്ഥിക സത്യമാണെന്ന്, പരമാർത്ഥമാണെന്ന് ഗണിക്കരുത്. നിങ്ങളുടെ മുന്നിലെത്തുന്ന ശാസ്ത്ര സത്യങ്ങളെയും ലോകവീക്ഷണങ്ങളെയും ചരിത്ര സത്യങ്ങളെയും ഒക്കെ സത്യം 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 എന്ന് പറയുമ്പോൾ അത് സത്യമല്ല, അതൊരു നിരീക്ഷണമാണ് എന്നത് മനസ്സിലാക്കുക. സത്യം ആകുന്നത് അതിന്റെ പാരമാർത്ഥിക രൂപത്തിലാകണമെങ്കിൽ നമുക്ക് സകലിതമായി ബോധ്യപ്പെടാനുള്ള ആ ഒരു സെൻസ് ഉണ്ടാവണം, നമുക്കതിലേക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവണം. നമ്മൾ ഈ സാധാരണ പറയാറുള്ളൂ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? സമഗ്രമായി കാണാനുള്ള ഒരു ചിത്താവസ്ഥ, അല്ലെങ്കിൽ സമഗ്രമായി കാണാനുള്ള ഒരു ബോധ്യാവസ്ഥ നമുക്കുണ്ടാവും. ആ സമഗ്രാവസ്ഥയിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് കാര്യം. അതിലാകുമ്പോൾ എല്ലാത്തിന്റെയും അതിന്റെ പൂർണ്ണമാനങ്ങളിൽ ബോധ്യപ്പെടാനുള്ള, പൂർണ്ണമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും അപേക്ഷികമാണ്, മനുഷ്യരാണ് നിരീക്ഷിക്കുന്നത്, മനുഷ്യന്റെ അളവുകളിൽ നിന്നും പൂർണ്ണമാനത്തിൽ കാണാനുള്ള, സമഗ്രമായി സമ്യക്കായി കാണാനുള്ള ഒരു ക്ഷമത കൈവരും. അപ്പോൾ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിനെയും വസ്തുനിഷ്ഠം എന്ന് പോലും പറയാവുന്ന അവസ്ഥയിൽ സത്യനിഷ്ഠതയെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ബോധ്യപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോ മനസ്സിലാക്കുക, നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ നിരീക്ഷണങ്ങളാണ്, വീക്ഷണങ്ങളാണ്. അങ്ങനെയും ഒരു കാഴ്ചയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അല്ലാതെ അതിനെ പൂർണ്ണമായി ബോധ്യമാകണമെങ്കിൽ അവിടെയൊന്നുമല്ല, ആ ഡേറ്റകളിലൊന്നുമല്ല അതിന് പൂർണ്ണത കൈവരേണ്ടത്. അത് നമ്മുടെ തുറവിയിലാണ്, നമ്മുടെ ജ്ഞാനപരമായ തുറവിയിലാണ്. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.